വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. സ്നേഹവാത്സല്യങ്ങളുടെ സംഗീത സന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. Welcome to Confident Group presents 90+ My Tuition App Lovers Top Singer co-branded by iSonic, co-powered by Byju's app and ID Fresh. Top Singer. ജഡ്ജസ്, നമുക്കൊന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാള മനസ്സുകൾ കണ്ണിമ ചിമ്മാതെ കണ്ട പ്രിയപ്പെട്ട നായിക, വൈവിധ്യമാർന്ന വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മലയാളത്തിന്റെ അഭിമാനം. വെൽക്കം സീമാൻറ്റി ടു 90+ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. എന്തു പറയാൻ, സീമ ചേച്ചി വരുന്നു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തിന്? കാരണം സീമ ചേച്ചി ഒന്ന് കാണണം, സീമ ചേച്ചി പറയുന്നത് കേൾക്കണം. മാത്രവുമല്ല, സീമ ചേച്ചി എന്ന് പറയുമ്പോൾ സീമ ചേച്ചിയുടെ പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് സീമ ചേച്ചി അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ യു ക്യാൻ ബി പ്രൗഡ് ഓഫ്. കാരണം വേറൊന്നുമല്ല, മലയാള സിനിമയിൽ ഒരു സമയം മുഴുവൻ നിറഞ്ഞു നിന്ന് ഇപ്പോഴും ഉണ്ട്. ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ എത്രയോ നല്ല റോൾസ് കൈകാര്യം ചെയ്യും എത്രയോ ആൾക്കാരുടെ കൂടെ. അതെ, അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ, ഞാൻ പോലും അറിയാതെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. പിന്നെ മറ്റൊരു ഭാഗ്യം, ഇത്രയും വലിയൊരു ഡയറക്ടർ. കാരണം ശശിയേട്ടന് പണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മളിപ്പോ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അതിനകത്തെ ഹീറോ അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഏതെങ്കിലും ഒരു പേര് വെച്ചിട്ട് ഒരു പോസ്റ്റർ വരുന്നത് വെളിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് വരുന്നത്. പക്ഷെ ശശിയേട്ടന്റെ സിനിമയുടെ അങ്ങാടി എന്നൊരു ഫ്ലെക്സ് ആണെങ്കിൽ ഒരു മഞ്ഞ പോസ്റ്റിനകത്ത് നടുക്ക് കറുത്ത ഒരു റൗണ്ട്, അതിനകത്ത് സംവിധാനം ബ്ലാക്കില്, വൈറ്റ് അക്ഷരം IV ശശി, T ദാമോദരൻ മാഷ്. ഇത്രയും മതി, ഹൗസ്ഫുൾ ആണ്. പിന്നെ മൂന്നാമത് മകൻ, എക്സലന്റ് ഡയറക്ടർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവത്തിലും. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം മദ്രാസിൽ വരുമ്പോൾ ഞാൻ പ്രിയദർശന്റെ സ്റ്റുഡിയോ പോകുമ്പോൾ അവിടെ കാണും. അപ്പൊ ഞങ്ങളുടെ ഡിസ്കഷനിൽ കാണും, പാട്ടിന്റെ കമ്പോസിങ്ങിനിടെ വരും. അപ്പൊ അവിടെ എല്ലാം വരുമ്പോഴത്തേക്ക് അനു പറയുന്നതൊക്കെ വളരെ സെൻസിബിൾ ആണ്. അതെ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു തെലുങ്ക് പടം അല്ലേ, തെലുങ്ക് പടം ഇപ്പൊ റിലീസ് ആവുന്നത് ഫെബ്രുവരി 26 26 മകൾ ആസ്ട്രേലിയയിൽ വെച്ച് ഞങ്ങൾ കണ്ടു. അറിയാം, ഫോട്ടോ അയച്ചിരുന്നു. എന്തുകൊണ്ട് സന്തുഷ്ട കുടുംബം. താങ്ക് യു. ദീപു, സുഖായിരിക്കുന്നു സീമ ചേച്ചി. ഞങ്ങള് വർഷങ്ങൾ മുമ്പേ സീമ ചേച്ചിയുടെ വീട്ടിൽ വന്ന് സീമ ചേച്ചി പാചകം ചെയ്തത് കഴിച്ചിട്ടുണ്ട് ശശി സാറിന്റെ കൂടെ. ആ ഓർമ്മകളാണ് എനിക്ക് ആദ്യമായിട്ട് സീമ ചേച്ചിയുടെ കൂടെ ഉള്ളത്. പിന്നെ വലിയ ഫാനാണ് പണ്ട് തൊട്ടേ, ഞാൻ പടങ്ങൾ കണ്ട്. അപ്പൊ അത് സീമ ചേച്ചിയുടെ പടത്തില് മ്യൂസിക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സീമ ചേച്ചിയുടെ മോൾ അഭിനയിച്ച പടത്തിൽ മ്യൂസിക് ചെയ്തെന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇവിടെ ടോപ്പ് സിംഗറിൽ സീമ ചേച്ചി വരികയാണ് എന്ന് അറിഞ്ഞപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസർ സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അപ്പൊ ഇതിന്റെ ഫോർമാറ്റൊക്കെ നമ്മൾ സിമ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ എന്നെ തോന്നുന്നു ചേട്ടനെക്കാളും നന്നായിട്ട് അറിയാം. കഴിഞ്ഞ സീസണിൽ ഇവിടെ വന്നത് അതെ ഫസ്റ്റ് ഈ കുട്ടികൾ പാടാൻ കേൾക്കാനാണ്. കുട്ടികൾ അസലായി പാടുന്നു പല പേര് പറഞ്ഞ് കേൾക്കാണ് ഞാൻ. അപ്പം എല്ലാവരും പറയും നേരിട്ട് പോയി കാണണം സീമാന്ന്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പോകും. ഞാൻ അത് പറഞ്ഞ് നിർത്തിയപ്പോൾ ഇതാ വന്നിരിക്കുന്നു. ഓടി വന്ന് ഞാൻ കുട്ടികൾ പാടുന്നത് എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒഫീഷ്യലി ഞാനും വെൽക്കം ചെയ്യുന്നു സീമ ചേച്ചി ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട്? സുഖം. കുറെ നാളുകൾക്ക് ശേഷം ഈ വേദിയിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടി വാങ്ങിക്കും. എനിക്കും വളരെ വളരെ സന്തോഷമുണ്ട് സീമയെ വളരെ നാളുകൾക്ക് ശേഷം ഈ വേദിയിൽ കണ്ടതിൽ. എന്നാ ഒരു പാട്ട് കൂടി പാടിക്കൂടായിരുന്നു? അതെന്തിനാ വിട്ട്? കണ്ണും പാടിക്കൂടായിരുന്നു? പാടാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ
കഥകൾ കൈമാറും അനുരാഗമേ. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചി നമുക്ക് ഈ സീറ്റിലേക്ക് ഇരിക്കാം. ചേച്ചിക്ക് സ്വാഗതം. ഞാനിപ്പോ കുറച്ച് പൂക്കൾ തന്നു. ആ. ഇനി കുറച്ച് പൂക്കൾ ഇവിടെ വന്ന് പാടുന്ന കേൾക്കാൻ നോക്കും. ഓ യെസ്. എന്തായാലും സീമ ചേച്ചി വന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വെൽക്കം ടു അവർ സീറ്റ്. താങ്ക് യു. സ്നേഹ സംഗീത മധുരത്തിന്റെ നറുപുഞ്ചിരിയുമായി കോഴിക്കോട്ട് നിന്നും നമ്മുടെ കൃഷ്ണശ്രീ. വെൽക്കം കൃഷ്ണശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ. കൃഷ്ണശ്രീക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഇന്നെന്താ ഇത്ര സുന്ദരിയാവാൻ കാരണം? പിങ്കി പിങ്കി ആയതുകൊണ്ടാണ്. അതെ അതെ. കൃഷ്ണു, എന്തിനാണ് മോള് സുന്ദരിയായിരിക്കുന്നെന്ന് പറഞ്ഞ മനസ്സിലായോ? ആ ഒരു ട്രംപ് കാർഡ് ഇട്ട് തന്ന്. ഞാൻ സുന്ദരിയാന്ന് പറയണതാണ്. എന്താ? അതെനിക്ക് പറയാൻ മറന്നുപോയി. അയ്യോ അത് പറയണ്ട, അത് എല്ലാവരുടെ അടുത്ത് അങ്കിള് പറഞ്ഞു അല്ല, എന്താണ് എന്താണ്? മിനി ചേച്ചി എന്ന അവള് ഭയങ്കര ആ, സുന്ദരി. അവള് അതെ. വെളിയിൽ നിന്ന് Happy പറഞ്ഞു. ആയല്ലോ. പിന്നെ ഏത് പാട്ടാ മോളെ? മിഴിയോരം. ഹോ, ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ക്രിസ്മസ് ട്രീ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മിഴിയോരം പനിനീർ മണിയോ കുളിരോ പറയോ നീ ഇളം പൂവോ
കൃഷ്ണു എന്താ സർ? അസലായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പറഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞ പൂവേ പറയൂ എന്ന് പറഞ്ഞ് ഒരു 1-2 ശ്രുതിയുടെ ഒരു സംഭവം ലേശം. പിന്നെ ആ ലാൻഡിങ് നോട്ട് ഉണ്ടല്ലോ, ഇളം പൂവേ, അവിടെ അങ്ങനെ സൂചിപ്പിച്ച് നിർത്തിയാൽ നന്നായിരിക്കും. ലാസ്റ്റിൽ അത് കറക്റ്റായിരുന്നു. അത് വളരെ ഇഗ്നോറബിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു. മോളിന്ന് നന്നായിട്ട് പാടി. എസ്പെഷ്യലി അനുപല്ലി തുടങ്ങുന്നില്ല, അതിന് ആ പോർഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ഇന്ന് കൃഷ്ണന്റെ ഡേ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം പറയാമെന്ന്. ഈ സിനിമ 1980-ലാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അങ്കിളിന് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വഴി അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് ഒരു നിയമനം കിട്ടി. എനിക്ക് ഡെപ്യൂട്ടേഷനായിട്ട് ലിബിയയിലോട്ട് എന്നെ അയച്ചു. കാരണം അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ. കാരണം എനിക്ക് പാടാമല്ലോ, അവിടെ പ്രോഗ്രാംസൊക്കെ നടത്താം, മലയാളി അസോസിയേഷൻ കാണും, മറ്റൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ ലേബറേഴ്സ് ഇങ്ങനെ ബിൽഡിങ് കെട്ടുകയാണ്. മെയിൻ ഓഫീസ് ഞാൻ അക്കൗണ്ടൻ്റായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അതായത് പാട്ടെന്ന് പറഞ്ഞ ഒരു സംഭവമില്ല, പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റം ഇല്ല. ഗദ്ദാഫി എന്ന് പറഞ്ഞ ഒരു മഹാനായ ഒരു ലീഡറായിരുന്നു അന്നത്തെ അവിടുത്തെ റൂളർ. അപ്പോൾ അദ്ദേഹം ഇതൊന്നും അനുവദിക്കില്ല. ഒരു ദിവസം ഒരു ഗ്രൂപ്പ് വന്നു, കേരളത്തിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ ലേബറേഴ്സ് വരും, അതായത് മേസൺ, കാർപ്പൻ്റർ, അങ്ങനെ. അതിലൊരാൾ, എനിക്ക് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതിൻ്റെ ഒരു CD തന്നു. ഈ പാട്ടിട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. മഞ്ചാടിക്കുന്നിൽ മണിമു. ഏകദേശം 1 വർഷം എനിക്കും മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ലൈസൺ ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഈ കാസറ്റ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ കാസറ്റിനകത്തുണ്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതായത് നമ്മൾ വീട് വിട്ടിട്ട്, അന്ന് ഫോൺ പോലും ഇല്ല കേട്ടോ. ആലോചിക്കണം, 1980 ആണ്. ട്രങ്കുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിയും കിട്ടാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടത്തില്ല. കാരണം വീടുമായിട്ട് ബന്ധമില്ല, കൂട്ടുകാരുമായിട്ട് ബന്ധമില്ല, വെറും ഒരു ലോൺലി, പാട്ടില്ല. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു ആശ്വാസ കാസറ്റാണിത്. ഇതിൽ മോള് പാടിയ വെർഷൻ ഓക്കെ, പക്ഷെ ദാസേട്ടൻ്റെ വെർഷനകത്ത് ഇതിനകത്ത് ഓർക്കസ്ട്രേഷൻ കുറച്ചുകൂടെ ഹെവിയാണ്. അപ്പോൾ അവിടെയും ഈ മഞ്ഞൊക്കെ വീഴും. മഞ്ഞിൽ വിരിഞ്ഞ ഇതല്ലേ, അവിടെയും ഒരു സീസൺ ആകുമ്പോൾ മഞ്ഞ് പെയ്യും. അപ്പോൾ അതിലൂടെ കാറിലൊക്കെ പോകുമ്പോൾ ഈ പാട്ടിടുമ്പോഴത്തേക്ക് നമുക്ക് പുറകോട്ട് ഒരുപാട് ഓർമ്മകളും ലിറ്ററലി നമ്മൾ കരയും. അപ്പോൾ അങ്ങനൊരു ഓർമ്മ മോള് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ അവിടെ ഒക്കെ പോയി. ഏതായാലും മോളിന്ന് ഗംഭീരമായിട്ട് പാടി. എൻ്റെ മെമ്മറീസ് തിരിച്ച് എന്നിലോട്ട് ഒരു 5 മിനിറ്റ് എനിക്ക് തിരിച്ചു തന്നതിന് 1000 നന്ദി. ഓൾ ദി ബെസ്റ്റ്. കൃഷ്ണശ്രീ, മോൾ ഇന്ന് പാടിയ പാട്ട് കേട്ടിട്ട് അങ്കിൾ ഇങ്ങനെ കോരിത്തരിച്ചിരുന്ന് കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതത്തോടെയാണ് ഞാനിത് കാണുന്നത്. കാരണം മോൾ ആദ്യം ഇവിടെ വന്നപ്പം ഉണ്ടായ ജനറൽ, ഈവൻ മോളുടെ വെറും നിപ്പിൽ തന്നെ ഉള്ളൊരു മാറ്റം, അത് മോള് തന്നെ ഒരു 4-5 മാസം മുമ്പേ ഉള്ള വീഡിയോസില്ലേ, ഇവിടെ വന്ന ഉടനെ ഉണ്ടായ ഫസ്റ്റ് ഫ്യൂ റൗണ്ട്സ്, അത് കാണുമ്പം മോൾ സ്റ്റേജിൽ വരുമ്പോൾ മോൾക്കുണ്ടായ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു അന്ന്. പാട്ടിലാണെങ്കിലും മോളുടെ പ്രസൻറ്റേഷനിലാണെങ്കിലും. ഇപ്പം മോൾ അവിടെ വന്ന മൈക്കും പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർ ഇൻ ദ മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെതായ ഒരു ലുക്കാണ് ഇപ്പം മോൾക്കുള്ളത്. പാട്ടാണെങ്കിലും അന്നുണ്ടായ പോലത്തെ ശ്രുതി പ്രശ്നങ്ങൾ കുറേ സ്ഥലങ്ങളിലില്ല, വളരെ വളരെ കുറഞ്ഞു മോള് ശരിക്കും ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് മോളെ കൊണ്ടുവരുന്ന ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നുണ്ട്. അതിന് മോൾ എടുത്ത പാട്ട് അടിപൊളി പാട്ട്, ശരിക്കും മോളുടെ ഫീലൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു പാട്ട്. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ, ജെറി മാസ്റ്ററിൻ്റെ ആദ്യത്തെ പടം എന്ന് പറയുമ്പം അദ്ദേഹം അത്രയും നാൾ നമ്മൾ മലയാളത്തിൽ കേൾക്കാത്ത ഒരു സ്റ്റൈല് അദ്ദേഹം കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ഈ പാട്ട് തന്നെയാന്ന് തോന്നുന്നു ആദ്യം എല്ലാവരും പാടി നടന്നത്. ഇതിൽ ഉള്ള എല്ലാ പാട്ടും ഹിറ്റല്ലേ ശ്രീകുട്ടൻ ചേട്ടൻ? എല്ലാം. ആ ചരണം കേട്ടപ്പോൾ എനിക്കിപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു, ഇപ്പം ചില സമയത്ത് നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു പല്ലവി ഉണ്ടാക്കും, എന്നിട്ട് ഒരു ചരണം ഉണ്ടാക്കും, പിന്നെ ആലോചിക്കും വേണ്ട വേറൊരു ഓപ്ഷൻ കൂടി ചെയ്യാം, മറ്റേതും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഡയറക്ടറിനെ കേൾപ്പിക്കാൻ, അപ്പോൾ 2 ടൈപ്പ് ചരണം രണ്ടും മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചരണമായിരിക്കില്ല ഡയറക്ടറിന് ഇഷ്ടപ്പെടുന്നത്. ഡയറക്ടർ വന്നിട്ട് പറയും ഇത് നല്ലതാണ്, പക്ഷേ മറ്റേത് നമുക്ക് വെക്കാം, അതാണ് എൻ്റെ സിറ്റുവേഷന് കുറച്ചും കൂടി ചേരുന്നതെന്ന് പറയുമ്പം, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കും, അപ്പോൾ ഈ ചരണം പിന്നെ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും പാട്ടുണ്ടാക്കി അതിന് പിടിപ്പിച്ചു കൊടുത്താൽ
എവിടെയെങ്കിലൊക്കെ കേൾക്കുമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ മിഴിയോരം എന്നുള്ളൊരു പല്ലവിക്ക് വേറെ വേർഷനിൽ വേറെ ചരണം, ഈ വേർഷനിൽ വേറെ ചരണം എന്ന് പറയുമ്പം ജെറി മാസ്റ്റർ എല്ലാ വേർഷനും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിക്കായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച പല വേർഷൻസിൽ പല ചരണങ്ങൾ വന്ന് എല്ലാം ആൾക്കാർ ഏറ്റുപാടുന്ന ഒരു വേർഷൻ എന്ന് പറയുമ്പം അത് ശരിക്കും അത്രമാത്രം നല്ലൊരു പാട്ടായതുകൊണ്ട്. പിന്നെ എനിക്കിതിൽ വലിയൊരു അത്ഭുതമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ടൺ 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 ഈ മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മ്യൂസിക്കാണ് ഈ പാട്ടിനെ ഫുൾ ഡ്രൈവ് ചെയ്യുന്നത്. മോള് പല്ലവി പാടുമ്പോഴും അതാണ് ബാക്കിൽ വായിക്കുന്നത്. മോള് പല്ലവി പാടിക്കഴിഞ്ഞ് BGM വരുമ്പം എല്ലാവരും അതാണ് വായിക്കുന്നത്. പിന്നെ മോളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വയലിൻ സെക്ഷൻ സാധാരണ വയലിൻ ബോ വെച്ചല്ലേ വായിക്കുന്നത്. മോളുടെ പാട്ടിൽ ആ സംഭവം വരുമ്പോൾ വിരലുകൊണ്ട് പിസിക്കേറ്റോ എന്ന് പറയുന്ന സ്റ്റൈലിലാണ് വായിച്ചത്. അത് ശ്രദ്ധിച്ചിരുന്ന മോള്? അത് അങ്കിളിന് വലിയ അതിശയമായിരുന്നു. കാരണം പണ്ടൊക്കെ അങ്കിള് ചെറുപ്പത്തിൽ കാസറ്റ് കേൾക്കുന്ന സമയത്ത് ഇത് എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്, കാരണം കീബോർഡിലൊരു സൗണ്ട് അല്ല, എന്തെങ്കിലും ഒരു പെർക്കസീവ് ഇൻസ്ട്രുമെൻ്റ് ആണോ ട്യൂൺ ചെയ്യുന്നത് എന്നൊക്കെ അങ്കിൾ വിചാരിച്ചു. പിന്നെ അങ്കിള് വളർന്നു വന്ന് കുറേ ലൈവായിട്ടുള്ള മ്യൂസീഷ്യൻസിനെ കണ്ടപ്പോഴാണ് വയലിൻ ഇങ്ങനെ വായിച്ചാൽ വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ടോണാണ് പിസിക്കാറ്റോ എന്ന് പറയുന്നത്. അതാണ് മോളുടെ പാട്ടിൽ വായിച്ചത്. അത് വേണമെങ്കിൽ 2 ബാർ നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? കേട്ടോ? സൂപ്പർ. അപ്പോൾ മോള് പാടുന്ന സമയത്ത് ഇതേ ട്യൂണാണ് ബേസ് ഗിറ്റാറിൽ ത്രൂ ഔട്ട് വായിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു ട്രാൻസ് മാതിരി പാട്ടിൽ ഫുള്ള് പോകുന്നതും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതും. മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അങ്കിളിന് തോന്നിയില്ല. ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ MG അങ്കിൾ പറഞ്ഞു ഇല്ലേ? അപ്പോൾ അതൊക്കെ മോളെ ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ കൃഷ്ണശ്രീ എന്താ സർ? ഉഗ്രനായിട്ട് പാടി കേട്ടോ. വളരെ നന്നായിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഇപ്പോൾ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് മോളിൽ കാണുന്നുണ്ട്. പിന്നെ ഈ പാട്ട് മോളുടെ ശബ്ദത്തിന് പറ്റിയ പാട്ടാണ്. മോള് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതില്ലേ ആ ഭാഗമാണ്. പനിനീരിൽ എൻ്റെ ഹൃദയം, അതുപോലെ തന്നെ എങ്ങോ കൊഴിഞ്ഞ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഭാഗം. ആഹാ, സബാഷ്. ആഹാ, സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് മോളെ. ഇത് ദേശരാഗത്തുള്ള പാട്ടാണ്. ഇതിലൊരു കീർത്തനം പണ്ട് TVG സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്ദനന്ദന ആനന്ദലഹരി ഭജേ വ്രജ സുന്ദരി. ഈ നന്ദനന്ദന ആനന്ദലഹരി ഭജേ വ്രജ സുന്ദരി. ഇതൊരു കീർത്തനം കേട്ടോ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൃഷ്ണ, എന്തോ മാം? എന്താ മാമോ? മാം ഒന്നും വിളിക്കണ്ട, പിന്നെ എന്താ വിളിക്കണ്ടേ? അമ്മാന്ന് വിളിച്ചാ മതി. അസ്സലായിരുന്നു മോളെ, താങ്ക് യു. അസ്സലായിരുന്നു. ശ്രുതിയൊക്കെ ഇതാ ഇവരൊക്കെ ഉണ്ട്, വലിയ ആൾക്കാരുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള പാട്ടാണ്. അസ്സലായിട്ട് മോള് പാടി. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ആ സമയത്ത്. ഈ പടം മറ്റേ അവളൊക്കെ ഭയങ്കര ആ സോങ്ങുകൾ ഇങ്ങനെ എവിടെ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ പാട്ടുകൾ. അന്നല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ പാട്ടൊക്കെ കേൾക്കാൻ എന്തൊരു സുഖമാണ്. ഓൾ ദ ബെസ്റ്റ് മോളെ, നന്നായി വരും. താങ്ക് യു. ഓക്കെ മോ. വാഴയിൽ കാണുന്ന ഒരു ആന ഏതാണ്? വാഴയിൽ, നമ്മുടെ എല്ലായിടത്തും വാഴയുണ്ടല്ലോ. വാഴയിൽ കാണുന്ന ഒരു ആന ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. അങ്ങോട്ടൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ 3 എണ്ണത്തുള്ളൂ. 1 ബനാന. 2 ബനാന 3. ഇല്ല, ബനാന ആണോ? അതെ, കറക്റ്റ്. കൃഷ്ണന്റെ അടുത്ത് ഒരു ചോദ്യം കൂടെ. കിഴക്കോട്ട് പോണ ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ട് പോകും? എനിക്കറിയാം. എനിക്കറിയില്ല. മീനോട്ടി പറഞ്ഞോട്. ഇലക്ട്രിക് ട്രെയിന് പുകയില്ല. നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടിറങ്ങി ആലോചിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാം. പോരട്ടെ. ഒരു 7-8 പേരുള്ളൊരു ഫാമിലി റോഡിൽ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് സമരമായതിനെ കൊണ്ട് വണ്ടികളൊന്നും കിട്ടാനില്ല. അവരുടെ വീടാണോ ഒരുപാട് ദൂരെയാ. എടുത്ത് ഒരു മുട്ടായി പീടിയ മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിലാണ് 10 രൂപ മാത്രമേ ഉള്ളൂ. അവരെന്താക്കും? 10 രൂപയ്ക്ക് അവര് മിഠായി വാങ്ങായിരിക്കും. അത് ഒന്ന്
ആ. എന്നിട്ട് എന്താ മുട്ടായി വാങ്ങി അതിന് എന്തോ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇത് ഉത്തരം? അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് എന്താണെന്നാണ്. അതെന്താന്ന് അറിഞ്ഞൂടാ. അത് ജെയിംസ് മിഠായിരിക്കും. ജംസ. അതാണോ? ജെയിംസിന്റെ. അല്ലല്ല, ശരി, തോറ്റു പറ. അതിൽ നിന്ന് ഒരു കുട്ടി പോയിട്ടൊരു മുട്ടായി വാങ്ങും. ആ. ആ മുട്ടായി കഴിച്ച് സന്തോഷവാനായിട്ട് ആ വാനി കയറി. ഓ ശോ. എന്റെ അമ്മേ. അത് ആരും കൃഷ്ണു ചില്ലറക്കാരിയല്ല. കൃഷ്ണുവിന് നമ്മൾ തരാൻ വെച്ചിരുന്ന മാർക്കൊക്കെ ഇനി കുറച്ച് കുറയ്ക്കാമെന്ന് തോന്നുന്നു. ഞങ്ങളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചില്ലേ. ഞാൻ വെറുതെ ചോദിച്ചു. കൃഷ്ണുവിന് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 9.5. താങ്ക് യു സർ. ദീപക് അങ്കിൾ തരുന്നു 9 out of 10. താങ്ക് യു സർ. മധു അങ്കിൾ തരുന്നു 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. 28.25 out of 30. താങ്ക് യു സർ. ആൻഡ് ആസ് എക്സ്പെക്ടഡ് മോള് ഇന്ന് മോൾക്ക് കിട്ടിയിരിക്കുന്നത് A golden crown. ആടിയൊരു സന്തോഷവതി പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് a golden crown. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. എക്സാം ഡേയ്സ് ഒക്കെ ഇങ്ങ് അടുക്കും തോറും കൂട്ടുകാർക്കൊക്കെ നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? പക്ഷേ ബോർഡ് എക്സാമിനെ ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്. 90+ മൈ ട്യൂഷൻ ആപ്പ്. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്കായി ഒരു പുതിയ അപ്ഡേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടാണ് 90+ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റ് സഹായിക്കുന്നു. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ തൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലാരും വീഴും ശിങ്കാര പൊന്നും തിടമ്പേ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. സർ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അസിസ്റ്റൻസ്, നമുക്ക് ഈ പാട്ടിന്റെ ബാലൻസ് ഷൂട്ട് നെക്സ്റ്റ് വീക്ക് ചെയ്യാം. സാർ കുളു മണാലി ഒക്കെ നല്ല തണുപ്പാന്ന് കേട്ടു. ആണോ? എങ്കിൽ പിന്നെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യാം. ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് കിടുമായിരിക്കും, പക്ഷെ ഞാൻ അതിൽ കയറിയിട്ടില്ല. എങ്കിൽ യാത്ര അങ്ങനെ തന്നെ ആവാം. ആ മോളെ പറയടാ. ദേ മനുഷ്യ, വീടിന്റെ പണി നടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കരുത്. നാളെ മണല് വരും, കൊടുക്കാനുള്ള ക്യാഷ് അപ്പൊ വരും. ഞാൻ മണാലി പോവാൻ പ്ലാൻ ചെയ്യുമ്പോഴാ നിന്റെ ഒരു മണല്. പ്രൊഡ്യൂസർ ഇപ്പൊ വരും, അപ്പൊ ക്യാഷ് അങ്ങ് വരും. ദേ നാളെ ഷൂട്ടിങ്ങിന് പോകരുത്, ഇവിടെ തന്നെ കാണണം. നാളെ വീടിന്റെ തേപ്പാ. തേപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീയാ മിടുക്കി. തേപ്പ് നിനക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ ഇന്നിങ്ങോട്ട് വാ മനുഷ്യ, ഞാൻ കാണിച്ചു തരാം. അസിസ്റ്റന്റ്. യെസ് സർ. എനിക്കിന്ന് ഹോട്ടലൊരു റൂം ബുക്ക് ചെയ്തേക്കണേ. ആരോഗ്യത്തിന് സോഷ്യൽ ഡിസ്റ്റൻസ് വളരെ നല്ലതാ. എന്തായി ഡയറക്ടർ സാറേ കാര്യങ്ങളൊക്കെ? ഇപ്പൊ തന്നെ ബഡ്ജറ്റ് പറഞ്ഞതിലും കൂടുതലായി കേട്ടോ. പ്രൊഡ്യൂസർ സാർ പടം തുടങ്ങിയപ്പോഴേ ആളാകെ മാറിപ്പോയല്ലോ. അതെ, ഇഷ്ടം പോലെ സ്വർണ്ണൊക്കെ ഇട്ട് നടന്നവനാ. ഈ ഡ്രസ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് ഷൂട്ട് തീർത്തേ പറ്റൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? തേപ്പ് വരെയല്ലേ ആയിട്ടുള്ളൂ, പാല് കാച്ചിലും കൂടി കഴിയട്ടെ. എന്താന്ന്? അല്ല, നായിക തേച്ചിട്ട് പോകുന്ന സീൻ വരെയല്ലേ ആയിട്ടുള്ളൂ. നായകന്റെ വീടിന്റെ പാല് കാച്ചിലും കൂടി കഴിയട്ടെ, പിന്നെ പെട്ടെന്ന് തീർത്തേക്കാം. അത് മതി. പൊട്ടൻ. സാർ കുളു മണാലിയിൽ പോവാനുള്ള ടിക്കറ്റും ഹെലികോപ്റ്ററും ഒക്കെ റെഡിയാ. മൊത്തത്തിൽ ഒരു 25 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കണം. എടാ, കാശിന്റെ കാര്യം എന്നോട് പറയാനേ, ഞാൻ പ്രൊഡ്യൂസർ അല്ല. നീ പ്രൊഡ്യൂസറോട് ഡയറക്റ്റ് കാര്യം പറ. ഈ പടത്തിന് ചെലവാക്കിയ കാശ് തിരിച്ചു കിട്ടാതെ എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൈസ ഞാൻ എങ്ങനെയും തരാം. ഹലോ സണ്ണി സാറേ, സിനിമ ഷൂട്ടിംഗ് ഒക്കെ എവിടം വരെയായി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതെ, ഞാൻ ഗൾഫിലോട്ട് തിരിച്ചു വന്നാൽ എന്റെ ആ പഴയ ജോലി റെഡിയാക്കി തരാൻ പറ്റുമോ? സാർ ഇവിടെ കിടന്ന് കുറെ കാലം കഷ്ടപ്പെട്ടല്ലേ, ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വന്നേ പറ്റത്തുള്ളൂ, ഇല്ലേ ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചതേ മൊത്തം വെള്ളത്തിലായിപ്പോ. അതെന്താ സാറേ?
വെരി നൈസ്. അയ്യോ എന്താ സാറേ, എന്ത് പറ്റി? ഒരു വല്ലാത്ത സ്വപ്നം കണ്ടടോ. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതും ഒരു മെനകെട്ട ഡയറക്ടർ വന്ന് എന്റെ കാശ് മുടിപ്പിച്ച് ഞാൻ പിച്ചക്കാരനാകുന്നതും. ഈ സമയം കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കുവോടോ? അതെനിക്കറിയില്ല, പക്ഷെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്ന മിക്കവാറും സാർ സ്വപ്നം കണ്ട പോലെ തന്നെ ആവുക. ഇനിയിപ്പോ എന്ത് ചെയ്യടോ? സാറേ, സാറിന്റെ ഫസ്റ്റ് പടത്തിന്റെ പൂജല്ലായിട്ടുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ. എന്നാ മുങ്ങിയേക്കല്ലേ സാർ? എന്റെ അടുത്തൊരു ഉഗ്രൻ സബ്ജക്റ്റ് ഉണ്ട്, നമുക്കൊന്ന് ഇരുന്നാലോ? ദേ, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഡയറക്ടർ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? എന്ത്? വരാനുള്ളത് വഴി തങ്ങൂലെന്ന്. ഹൃതിക് സർ, കിഡ് വരുന്നടാ. താങ്ക് യു സർ. നീ നന്നായിട്ട് പാടി. കാരണം ഒരു കരളേന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ലാസ്റ്റില്, അതൊരു സ്ഥലത്ത് മാത്രം സൂപ്പർ. ബാക്കി എല്ലാം ഓക്കെ, താങ്ക് യു സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. ഈ മാത്രമല്ല ഇതൊരു വലിയ മെസ്സേജ് ആണ് കേട്ടോ. സത്യം. ഒരു വലിയ മെസ്സേജാണ്. അതായത് പലരും ഇതുപോലെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും സ്വിറ്റ്സർലൻഡിൽ നിന്നായാലും വിദേശ മലയാളികൾ, അതായത് പ്രവാസികൾ കഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ആഗ്രഹം തോന്നും, ഇങ്ങനെ ഒരു സിനിമ എടുത്താൽ എന്താണ്, നമുക്കും ഇത് ഒരു പേര് കിട്ടുമല്ലോ, പൈസ കിട്ടുമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ തന്നെ ആ സെറ്റിൽ നിന്ന് പഠിച്ച് ചെയ്താൽ മാത്രമേ ഒരു സിനിമ വിജയിക്കാം. അങ്ങനെ നിന്നാലും വിജയിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, അറിയാമെങ്കിലേ ഈ ജോലി ചെയ്യാവൂ. കാരണം ഞാൻ പഠിച്ചാണ്, ഞാൻ ഒരൊറ്റ പടം എടുത്തുള്ളൂ, അർദ്ധനാരി. അതിനകത്ത് ഞാൻ മനസ്സിലാക്കി, കാരണം എനിക്ക് പറ്റിയ പണിയല്ല എന്ന്. കാരണം അത്രത്തോളം ഉണ്ട്. കാരണം ഡീറ്റെയിലിംഗ് A to Z നോക്കിക്കഴിഞ്ഞാൽ അത്രയും വിഭാഗങ്ങളുണ്ട്. അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനൊരു വലിയ പ്രൊഡക്ഷൻ കൺട്രോളർ വേണം. അതൊക്കെ എല്ലാം ആദ്യം വേണ്ടത് ഡയറക്ടറാണ്. ഡയറക്ടറാണ് അതിന്റെ മെയിൻ. ആ ഡയറക്ടർ ഇപ്പൊ തിങ്ക് ചെയ്ത പോലെ നമുക്ക് അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് എങ്കിൽ കുളു മണാലിൽ ഇരിക്കട്ടെ 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസ പോകുന്ന പ്രൊഡ്യൂസറുടെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു അർത്ഥവത്തായിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ഈ സ്കിറ്റിലൂടെ എല്ലാവരും, ഡയറക്ടറും ബാക്കി എല്ലാവരും ഇതിനകത്തൂടെ കൊടുത്ത ഒരു ക്ലീൻ മെസ്സേജ് ടു നമ്മുടെ പ്രവാസി മലയാളികൾക്ക്. എനിഹൗ ഗുഡ് സിംഗിങ്. താങ്ക് യു സർ. ഹൃതിക് സർ, നല്ല പെർഫോമൻസ് ആയിരുന്നു, താങ്ക് യു ഒരു സർ. സംശയമില്ല. ഹൃതിക് ശരിക്കും ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി വന്ന് പിന്നെ അത് പെർഫോം ചെയ്തപ്പോൾ എനിക്കൊരു സംശയം, ഇതിൽ ശബ്ദം ഹൃതിക്കിന്റെ ആണോ ഡയലോഗില്? അല്ല, എന്റെ അല്ല. ആരതായിരുന്നു ശബ്ദം? ശ്രീരന്തിന്റെ. അത് പറ. ഹൃതിക്കിന്റെ ഭാഷയിലുള്ള പ്രയോഗങ്ങളൊന്നും സാധാരണ വരുന്നത് തോന്നിയില്ല. പിന്നെ ഇതിന്റെ അകത്ത് ഏതോ ഒരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ശ്രീദേവിനെ തോന്നി. ശ്രീദേവ് ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ടോ? അത് പറ. അതാരാണ്? പുള്ളിയാണ് മറ്റേ മനാലിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. മനാലി. അപ്പൊ അതിലെല്ലാം ശ്രീദേവ് അഭിനയിക്കുന്ന മാതിരി തോന്നി. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായി. ഡയറക്ടറിന്റെയും നല്ല എന്താ വക്രബുദ്ധി, നല്ല രസമുണ്ട്. എന്തായാലും ഫുൾ കണ്ടുകൊണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. മോൻ്റെ പാട്ടും വളരെ വളരെ അതുമായിട്ട് ബ്ലെൻഡായി പോയി. പാട്ട് ഉള്ളതുകൊണ്ട് തന്നെ, അഭിനയം ഉള്ളതുകൊണ്ട് പാട്ടിനൊന്നും ബാധിച്ചിട്ടില്ല. ഓവറോൾ പെർഫോമൻസ് വളരെ നല്ലത്. പിന്നെ മോള് ആക്ട്രസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാം ഒരു ആക്ട്രസിന്റെ ടാൻട്രംസും ആരഗൻസും, അതായത് ഒരിക്കലും ആക്ട്രസ് കാണിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ടോട്ടാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രനായിരുന്നു, നല്ലൊരു എന്റർടൈനറായിരുന്നു. സൂപ്പർ. താങ്ക് യു സർ. ഇപ്പൊ ഞാനൊരു ഫ്ലാഷ് ബാക്കിൽ പോയി. ഒരിക്കൽ ശശിയേട്ടനും എന്നെയും ഇന്റർവ്യൂ എടുത്തു ഒരു സ്ഥലത്ത്. അപ്പോൾ അത് മേജർ സുന്ദർരാജനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് ഭാര്യയ്ക്ക് അറിയാതെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കും, ഭർത്താവ് അറിയാതെ ഭാര്യേൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മേജർ സുന്ദർരാജൻ സാർ ചോദിച്ചു, ഒരു പടത്തിൽ ശശിയേട്ടൻ ഡയറക്ടറാണെങ്കിൽ ശശിയേട്ടനും മമ്മൂട്ടിക്കും ഭയങ്കര ചണ്ട വരുന്നു. അപ്പം ഭയങ്കര എന്തൊക്കെയോ പറയാണ് മമ്മൂട്ടി ശശി സാറിനെ. അപ്പോൾ എന്ത് ചെയ്യും? പടം കളഞ്ഞിട്ട് വരുമോ, അല്ലെങ്കിൽ എന്താ അത് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യില്ല. എന്ത് തന്നെ ആയാലും അതങ്ങ് താങ്ങി ആ പടം തീർക്കും. അതാണ് IV ശശി, പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറാണ്. അതുകൊണ്ട് അത് ചെയ്യൂല. അപ്പോൾ എന്നെ മാറ്റിയിരുന്നിട്ട് ശശിയേട്ടനെ വിളിച്ചപ്പോൾ ശശിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്ന മമ്മൂട്ടിക്ക് നിങ്ങൾക്കും വഴക്കുണ്ടായ ആ പ്രൊഡ്യൂസറിൻ്റെ ഇത് കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശശിയേട്ടനും പറഞ്ഞു, ഞാൻ ആ പടം തീർത്തിട്ടേ വരുള്ളൂ. എന്ത് തന്നെ പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. ആ പ്രൊഡ്യൂസറിന് വേണ്ടി ആ പടം തീർക്കും ഞാൻ എന്നുള്ള ഒരു കാര്യം. അത് ഈ മെസ്സേജ് കൂടി എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ. ഓക്കെ. അപ്പം അത്രയും എളുപ്പമല്ല ഒരു പ്രൊഡ്യൂസർ സിനിമയ്ക്ക് വരുന്നതും ഒരു പടം എടുക്കുന്നതും. പക്ഷേ അത് കറക്റ്റ് ആ പൊസിഷനിൽ പോയാൽ അത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ
A to Z എന്നാണ് ഈ പടത്തിന് ഒരു പടം പറയുന്നത്. അതിൽ ഇസറ്റിൽ നിന്ന് ഉള്ളവൻ എന്തെങ്കിലും കുഴപ്പമാക്കിയാൽ ഫുൾ പടം കുഴയും. ഓക്കെ, നല്ല മെസ്സേജാണ് മോളിത്. നല്ലതാണ്. നല്ല മോനെ, നന്നായി പാടി മോൻ, നന്നായി പാടി നല്ല മെസ്സേജ് കൊടുത്തു. ഇന്നത്തെ ജനറേഷനിൽ അത് നല്ലൊരു പാഠമായിരിക്കും. താങ്ക് യു മോനെ, ഓൾ ദ ബെസ്റ്റ്. ഉഗ്രനായിരുന്നു മോനെ, വളരെ നന്നായിട്ട് പാടി. എല്ലാ ഭാഗങ്ങളും നന്നായിരുന്നു. ഞാനും നോട്ട് ചെയ്തിട്ടുള്ളത് ആ ബല്ലാത്തയാണ്. തേർഡ് ചരണത്തിലെ ബല്ലാത്ത, അത് മാത്രം കുറച്ചൊരു പെർഫെക്ഷൻ ഇല്ലാതെ രണ്ടാമത്തെ തവണ കറക്റ്റായി. ആദ്യത്തെ തവണ അത് ചേർന്നില്ല. ബാക്കിയെല്ലാം ഗംഭീരമായിട്ട് പാടി കേട്ടോ. അഭിനയവും കൊള്ളാം. ഋത്തിക്കിനെ നന്നായിട്ട് അഭിനയിക്കാനും അറിയാമെന്ന് മനസ്സിലായി. ഡബിയും കൂടി ചെയ്യണം കേട്ടോ, അതിനും കൂടി ശ്രമിക്കണം. ഓക്കെ. SPB സാർ നല്ലതായിട്ട് പാടുമായിരുന്നു, ഡബ് ചെയ്യുമായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, സകല കലാവല്ലഭനായിരുന്നു, മിമിക്രി ചെയ്യുമായിരുന്നു. എന്തായാലും നിങ്ങൾ എൻ്റയർ ടീം വളരെ മനോഹരമായിരുന്നു, നന്നായിട്ട് ചെയ്തു. ഐശ്വര്യ ഐശ്വര്യ ഓരോ തവണ വരുമ്പോഴും വ്യത്യസ്തമായ സ്റ്റൈലിലാണ് വരുന്നത്. ഇത് ഐശ്വര്യ ആണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല സത്യത്തിൽ. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഒരു നടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഭാവിയിൽ ഒരു നല്ല നടിയായി തീരട്ടെ. അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും ഇതിലെ എല്ലാവരും വളരെ 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 നന്നായിട്ട് ചെയ്തു. ഹൃത്തിക് എന്തായാലും നന്നായി. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മോന്റെ പേരെന്താ? ചോപ്പ് അതുലിനെ കണ്ടിട്ടേ ഇടവേള ബാബുവിനെ ഓർമ്മ വന്നു. ഇടവേള ബാബു ഇങ്ങനെയാണ്, ഒരു 6-7 മൊബൈൽ കിടക്കും ശരീരത്ത്. നല്ല സ്വപ്നം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെന്ന് പറയും. ലേറ്റസ്റ്റ് നല്ലതല്ല കണ്ട്. മോശം പറയും. ഒരു പൂച്ച വന്നിട്ട് എന്നെ മാന്തുന്നൊരു സ്വപ്നം കണ്ടു. രാത്രി ഞാൻ നെട്ടെണീച്ച് പൂച്ച മാന്തിട്ടോ? എവിടാ മാന്തിയത്? അത് സ്ഥലമൊന്നും ഓർമ്മയില്ല. വല്ല സ്വപ്നങ്ങൾ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ പാടാൻ പറ്റിയത്. ഹൃത്തിക്കിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 9.75. താങ്ക് യു സർ. താങ്ക് യു സർ. ഹൃതിക് സർ 9 out of 10. താങ്ക് യു സർ. ഋത്തിക്കുട്ടാ സർ 9.75 again. താങ്ക് യു സർ. So you got 28.5 out of 30. താങ്ക് യു സർ. And Hritik, once again you get a golden crown. താങ്ക് യു സർ. ആടി ഒരു സണ്ണി പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ആർദ്ര സംഗീതത്തിന്റെ മധുര മഴയൊരുക്കാൻ കണ്ണൂരിൽ നിന്നും ഹനുനക്കുട്ടി. വെൽക്കം. അതായത് ഒരു വലിയ ഗോഡിയായിട്ടുള്ള ഒന്നുമില്ല, നല്ല ഒരു ക്ലാസിക് ലുക്കുണ്ട്. അങ്ങനെയാണോ പാട്ടും? ഇന്ന പാട്ട് താരകെ രചത താരകെ. ഏത് സിനിമ ഇത്? 2-1. പഴയ പടം അല്ലേ? മ്യൂസിക് MS വിശ്വനാഥൻ സർ. ഓ, എഴുതിയത് ക്ലൂ വേണോ? ഒരു കൊമ്പത്തിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണനാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഒരുപാട് പാട്ടുകൾ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഹനുവിന് ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഫസ്റ്റ് തന്നെ ശ്രീകുടൻ ചേട്ടൻ ഹനുവിനെ ഉനാന എന്ന് വിളിക്കും. അപ്പൊ ഉടനെ വിളിച്ചതിന്റെ പിന്നാലെ ഹനുവിനെ എന്നെ ഒരു നോട്ടം തൃപ്തിയായി. ഞാൻ ഇതുവരെ പിന്നെ അതിന് ശേഷം വിളിച്ചിട്ടില്ല, പക്ഷെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോ എന്നെ ഒരു നോട്ടം നോക്കാറുണ്ട്. തൃപ്തിയായില്ലേ? ഇന്ന് പാടുന്ന പാട്ട് അത്യാവശ്യം നല്ല പണിയുള്ള പാട്ടാണെന്ന് വിശ്വസിക്കുന്നു. ആണോ? എങ്ങനത്തെ പാട്ടായത്? സങ്കടമുണ്ട്, പ്രേതമാണ്. പ്രേതമാണ്, സങ്കടമുണ്ട്. പോരാത്തതിന് കറക്റ്റ് ആയിട്ട് വാണി അമ്മയുടെ പാട്ട് തന്നെ കൊണ്ടുവരുകയും ചെയ്തു. അപ്പൊ എനിക്ക് നല്ല ഒരു കേൾക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഹനൂന എന്ന് പറഞ്ഞ എന്താ മീനിങ്? H for humble.
A for നോട്ടി. അല്ല, A for ആനിമൽ. ambitious അല്ല. അഡോറബിൾ. അഡോറബിൾ. adorable. N for nightingale. പിന്നെ O for ഒബീഡിയന്റ്. obedient. പിന്നെ O for പിന്നെ ഓഫർ ഓഫ്. അല്ല, O for എന്താ ഒബ്സർവിങ്. ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ്. observing, outstanding. N for naughty. A for adorable. വീണ്ടും അഡോറബിൾ. അല്ല, ആദ്യം പറഞ്ഞത് അല്ല, ഇത്രയും മീനിങ് നോക്കിയിട്ടാണ് അച്ഛനും അമ്മയും പേര് വെച്ചത്. അതെ, വളരെ കഷ്ടപ്പെട്ടു അല്ലേ? കഷ്ടപ്പെട്ട്. എന്നിട്ട് മീനിങ് മോള് വളർന്നപ്പോ പറഞ്ഞു കൊടുത്തോ? അത് ഇല്ല, ഞാനിപ്പം എന്റെ ഒരു ഇതില് ഞാൻ അയ്യടാ. അത് ഹനുവിനെ ഉണ്ടാക്കിയ ഒരു ഫുൾ ഫോം ആണിത്. ഓക്കെ. ആക്ച്വലി ഹനുവിനയുടെ മീനിങ് എന്താണ്? അതെ, കമ്പാഷനേറ്റ്. അതാണ് ഇത്. ലൈക്ക് സീമ. സീമ ഇസ് ലിമിറ്റ്. സീമ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്, അതിര്. അതുപോലെ അല്ലേ? അല്ല, അത് നേരെ ഓപ്പോസിറ്റ്. ലിമിറ്റ്ലെസ്, കമ്പാഷനേറ്റ് ഇല്ലേ? ഓക്കെ, നന്നായി പാടും മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അനുന ഓ നന്നായിട്ട് പാടി, താങ്ക് യു സർ. ഗംഭീരമായിട്ട് പാടി. എന്താണ് 2-1 അറിയണം എന്നുള്ള സിനിമയിലെ നല്ല പാട്ട്. മോള് ഈ സഞ്ചാരപഥങ്ങൾ തേടി ഞാൻ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആദ്യത്തെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നന്നായിട്ട് പാടി. തുടക്കത്തിൽ ഒരു ഇത് വന്നായിരുന്നു, അന്ന് പാടാൻ വന്നു. താരകീ രജത താരകീ താരകീ രജത താരകീ ശബാഷ്. നിന്റെ സഞ്ചാര പഥങ്ങൾ തേടി ആ ഒരു പോയിന്റ് മാത്രമാണ് എനിക്ക്. ആ നോട്ട് എന്താണത്? പഥങ്ങൾ തേടി. ഒരു സംഗതി ഉണ്ട് അതിന്റെ ഇടയിൽ, അത് അത്ര ക്ലാരിറ്റി ആയിട്ട് വന്നില്ല. അത് ബാക്കി പാടുന്ന വേറെ അല്ലേ, സ്റ്റൈല് വേറെ അല്ലേ? അതെങ്ങനെയാണ്? നിന്റെ സഞ്ചാര പഥങ്ങൾ തേടി. അത് നന്നായിരുന്നു, അത് നല്ല രസമായിട്ട് തോന്നുന്നു. പല സ്ഥലങ്ങളിലും ഇത് മാത്രമേ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഒരു സ്ലിപ്പ് വരുന്നുള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇങ്ങനെ കേട്ട് മറന്ന പാട്ടുകൾ വീണ്ടും കൊണ്ടുവന്നതിന് വലിയൊരു കഴിവ്. പിന്നെ MSV സാറിന്റെ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആദ്യം എനിക്ക് താളം പോകുന്ന പോലെ ഒന്ന് ആണോ സുഷേ? എന്താണത്? ഓഫിലാണ് ടാമ്പറിൻ വരുന്നത്. നമ്മൾ അങ്ങനെയാണോ പാട്ട്? അത് നമുക്ക് വല്ലാതെ അത് പാടാൻ പ്രയാസമല്ലേ? അതെ 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 അതെ, പക്ഷെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മോളത് അങ്ങനെ അതാണ് കാരണം. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വിട്ട് വന്നിട്ട് താരകീ രജത താരകീ താരകീ രജത താരകീ നിന്റെ സഞ്ചാര പഥങ്ങൾ തേടി ഞാൻ നിഴൽ പോലെ പുറകെ വന്നു ഒരു മണക്കാറ്റു പോലെ അലഞ്ഞു ഒരു മണക്കാറ്റു പോലെ അലഞ്ഞു. സൂപ്പർ. കാരണം വേറെ ഒന്നുമല്ല, കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നും താളം തെറ്റിപ്പോയെന്ന് തോന്നും. അത് 1 2 1 2 1 2 അതാണ്. അത് കഴിഞ്ഞിട്ട് ഹാർട്ട് പിടിക്കുന്ന പോലെ, ഹൃദയം പിടിക്കുന്ന പോലെ. അതെ, ടിക് ടിക്. അതെ, ടിക് ടിക്. നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ മോള് പാടി. ആ ടിപ്പൊളിയായിരുന്നു പാടിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലത്തെ പാട്ടുകൾ മോളുടെ ശബ്ദത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിച്ചതും. ഇത് ആരുടെ സെലക്ഷനാണ്? ഉമ്മ കറക്റ്റായിട്ട് മോൾക്ക് വേണ്ടിയുള്ള സെലക്ഷൻ എടുക്കാൻ അറിയുന്ന ഒരാളാണെന്ന് മനസ്സിലായി. എന്തായാലും ഇതുപോലത്തെ തന്നെ പാട്ടുകൾ, ഇത് മ്യൂസിക്കലി വളരെ റിച്ചുമാണ്. മോളുടെ കഴിവ്, മോൾക്ക് മാത്രം കിട്ടാവുന്ന ചില ടെക്നീക്സും സ്റ്റൈൽസും ഇതുപോലത്തെ കാറ്റഗറി, ഇതുപോലത്തെ പാട്ടുകളിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനിയും മോള് കഴിയുന്നതും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളും കൊണ്ട് തന്നെ വരിക. പാടിയത് എനിക്ക് 100% ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു. സൂപ്പറായിരുന്നു. വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ. എനിക്കറിയാം ഹനുവിന് ഇങ്ങനെ പാടുന്നത്. ആദ്യത്തെ ഒരു സഞ്ചാരപഥങ്ങൾ തേടി, അതിപ്പോൾ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം വളരെ നല്ല എക്സ്പ്രഷനോട് കൂടി മോള് പാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത് പാട്ട് കേട്ടപ്പോൾ ശരത്തേട്ടൻ സംഗീതം ചെയ്ത ക്ഷണക്കത്തിലെ മംഗളങ്ങളരുളും എന്നുള്ള പാട്ട് പാടാനാണ് തോന്നുന്നത്. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ? ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ? ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ? നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെയൊരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും
കുളിർ കാറ്റിനീണമേ. ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. നന്നായിരുന്നു. മോളെ, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ വാണിയമ്മൻ്റെ ആ സ്റ്റൈലിൽ തന്നെയാണ് മോള് പാടിയത്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പുള്ളിക്കാരി ഈ തലയൊന്നും ആട്ടില്ല, അങ്ങനെ ഇരുന്ന് പാടും അല്ലേ? അതെ, ശരിയല്ലേ? പാണിയമ്മേതെ ജാനകിയമ്മേതെ. അതെ, രണ്ടുപേരും ഇങ്ങനെയായിരുന്നു പാടുള്ളൂ. എന്താ പാട്ട് ഇങ്ങനെ വരുന്നൊന്നും ഒരു പിടി ഉണ്ടാവില്ല. മോൾ ഇങ്ങനെയെങ്കിലും ഒന്ന് തല അനക്കി, അത്രേ ഉള്ളൂ. പക്ഷെ അവർ അതുപോലും ചെയ്യില്ല. ഞാൻ ഫുള്ള് ഇരുന്നപ്പോൾ മുഴുവനും വാണിയമ്മനെ ഓർത്തോണ്ടിരുന്നത്, മോള് പാടുമ്പോൾ മുഴുവൻ അത് ആ സ്റ്റൈലിലാണ് മോള് പാടിയത്. വോയിസ് ആ ഒരു കൾച്ചറിലുള്ളതാണ്. ആ കൾച്ചറിലുള്ളതാണ്. അസലായിരുന്നു മോളെ. താങ്ക് യു മാം. നന്നായിരുന്നു. എന്നുവെച്ചാൽ ബിക്കോസ് ആദ്യം തന്നെ അത് ഫിക്സ് ആയെന്ന് തോന്നുന്നു എനിക്ക്, വാണിയമ്മന്റെ ആ ഒരു സ്റ്റൈല്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായി. ഗുഡ്. ഹനുനയുടെ തന്നെ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തി ആരാണ്? സെക്യൂരിറ്റി ഉറങ്ങും. ഡ്യൂട്ടി സമയത്ത് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. പറ്റത്തില്ലേ? പറ്റത്തില്ല. അത് ഏതൊരു വ്യക്തിയും ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പാടുണ്ടോ? ഉറങ്ങാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരുണ്ട്. ഇത് ഉറങ്ങാൻ കഴിയേയില്ല ഒരിക്കലും. ഡ്യൂട്ടി സമയത്ത് പുള്ളിക്ക് ഉറങ്ങാനേ പറ്റില്ല. പൈലറ്റിന് ഉറങ്ങാമല്ലോ. പൈലറ്റിന് ഓടിച്ചു കഴിയുമ്പോൾ സെക്കൻഡ് പൈലറ്റിന് കൊടുത്തിട്ട് അദ്ദേഹം മേളിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാ വരുന്നത്. പിന്നെന്താ ഉറങ്ങാനേ പറ്റില്ല. ഈ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാനേ പറ്റാത്തൊരു മനുഷ്യനാണോ? മനുഷ്യൻ തന്നെയാണോ? അല്ല, മനുഷ്യനാണ്. അല്ല, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അതിന്റെ മേളിൽ കയറി? അല്ല, ഡ്യൂട്ടി സമയത്ത് പുള്ളിക്ക് ഉറങ്ങാനേ പറ്റില്ല. അല്ലെ, പുള്ളി എന്നുള്ളത് മനുഷ്യനാണോ? അതൊന്നും ഞാൻ പറയുന്നു. ശരി, പറഞ്ഞു. പോസ്റ്റ്മാൻ അങ്ങനെ ഉറങ്ങും. എല്ലാ വീട്ടിലും കൊണ്ടിട്ടോണ്ടിരിക്കല്ലേ ഡ്യൂട്ടി സമയത്ത്. അപ്പൊ ഡ്രൈവറോ? അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റിയും വാച്ച്മാനും ഒക്കെ അല്ല, സെക്യൂരിറ്റിക്ക് വീണ്ടും രാത്രി കിടന്നുറങ്ങാം. പക്ഷെ ഇത് ഡ്യൂട്ടി സമയത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈവർ സൈക്കിൾ എടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എഴുത്ത് കൊടുത്തിട്ട് അങ്ങനെ പറ്റൂല. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലല്ല, അത് ഒട്ടും പറ്റാത്ത ഡ്രൈവറിനല്ലേ? വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ എങ്ങനെ ഉറങ്ങും? ഇല്ല, സുശാന്ത് മ്യൂസിക് ഇട്ടേ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? പേര് പറയും. നീൽ ആംസ്ട്രോങ് അല്ലേ? വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഏകദേശം മീനൂട്ടിയെ പേരൊക്കെ ഇരിക്കും. വേണ്ട, ഞാൻ ക്ലൂ തന്നു. അതാ ഞാൻ പറഞ്ഞ എന്തോ ജീവിയാ. ഹനുമാൻ. ശരിയാ, അത് ശരിയാണ്. എന്നെ പോലെയാണ് ഇരിക്കുന്നത് ഹനുമാൻ. ഹനുമാൻ മീനുവിനെ പോലെ ഒന്നല്ല. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഹനുമാൻ തന്നെയാണ്. ഹനുനയ്ക്ക് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സർ. താങ്ക് യു. ഹനുനയ്ക്ക് ഞാൻ ഇന്ന് തരുന്നത് 9.25. താങ്ക് യു സർ. താങ്ക് യു. ഹനുനയ്ക്ക് ഞാൻ തരുന്നു 9.75 out of 10. താങ്ക് യു സർ. So 28 out of 30. താങ്ക് യു സർ. ഹനുന, congrats. You get a golden crown. താങ്ക് യു. So അടിയൊരു ഹനുമാൻ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദ ബെസ്റ്റ്. നമ്മളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജിയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, AC, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റും myji.in ലഭ്യമാണ്. ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തിയാൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറിയിലൂടെ അതിവേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നു.
കൂടാതെ മികച്ച സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മൈജി കെയർ പദ്ധതിയും G.Dot പ്രൊട്ടക്ഷൻ എക്സ്ചേഞ്ച് സ്കീം അടക്കം വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള 83 മൈജി ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. കുസൃതിക്കോട്ടിലെ കുഞ്ഞുമണിമുത്ത്, പാട്ടും കുസൃതിയും അഭിനയവും ഒക്കെ ആയിട്ട് ദേവനാശ്രിയ. കോയക്ക ദാ ഇതൊന്ന് നോക്കിയേ, കൊള്ളാം. സാമ്പാർ കലക്കി. സാമ്പാറോ? ഇത് രസമാ. ആ, ഓൻ പറഞ്ഞത് ശരിയാ, സാമ്പാറല്ല രസാ. രസം നല്ല രസമുണ്ട് കേട്ടാ. ഭാഗ്യം. ആ, എന്താടാ, എന്ത് പറ്റി? ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്ത് പേരിടണമെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. രസം. ഇപ്പൊ മനസ്സിലായി, രസം. ആഹാ, നല്ല രസമുള്ള പേര്. അല്ല, ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്? ചായക്ക കോയന്റെ കാശെത്രയായി? അല്ല, കോയക്ക ചായന്റെ കാശെത്രയെന്ന്? ആ, അത് 10 റുപ്യ. ആ, അത് പറ്റിലെഴുതിക്കോ. പറ്റിലേത് ലാസ്റ്റ് എന്നെ പറ്റിക്കല്ലേ കേട്ടാ. എടാ, കഴിച്ചതിന്റെ കാശ് കൊടുത്ത വണ്ടിക്കൂലി ഇല്ലാണ്ടാവും, എന്ത് ചെയ്യും? ആ, അതിനൊക്കെ വഴിയുണ്ട്, നീ വാടാ. ഇക്ക, ഞങ്ങളുടെ എത്രയായി? ആ, അപ്പൊ 6 പൊറോട്ട 60, 2 മുട്ടക്കറി 50, 2 ചായ 20, 2 പഴം പുഴുങ്ങിയത് 20, അപ്പൊ മൊത്തത്തില് 140. ആഹാ, ഇക്കന്റെ കണക്കൂട്ടൽ അടിപൊളിയാണല്ലോ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി അല്ലേ? ഇതൊന്ന് നോക്കി പറഞ്ഞേ. ആ, ഈ കറിക്ക് നമ്മള് പേരിടണ. പേരൊക്കെ ഇട്ട് പച്ചടി. നിങ്ങൾ ടേസ്റ്റ് നോക്ക്. ആഹാ, കൊള്ളാലോ. പച്ചടി സൂപ്പർ ആയിട്ടുണ്ട്. അതെ, കലക്കിയിട്ടുണ്ട് ട്ടാ. ആ, അപ്പൊ ഇക്ക നാളെ മുതൽ പച്ചടിക്ക് പ്രത്യേകം പച്ചക്കറി മേടിക്കേണ്ട ആവശ്യമില്ല. കാബേജ് 2 എണ്ണം കൂടുതൽ മേടിച്ചാ മതി. എന്താടാ? ഈ പച്ചടിയെ കാബേജ് തരം കരിഞ്ഞു പോയതിന്റെ അകത്ത് തൈര് വെച്ചോണ്ട് വന്നതാ. സൂപ്പർ അല്ലേ? ആഹാ, കൊള്ളാലോ. മൊത്തം വെറൈറ്റിയാ. ഞങ്ങൾ ഇക്കാനെ അങ്ങ് വൈറലാക്കാൻ പോവാ. എന്തിനാ എന്റെ വയറിളക്കുന്നേ? അയ്യോ, വയറിളക്കലല്ല, വൈറൽ. അത് പിന്നേക്കാ ഞങ്ങള് വ്ളോഗേഴ്സാ. എന്തിന്റെ ബ്രോക്കർ? അയ്യോ, ബ്രോക്കർ അല്ല, വ്ളോഗർ. കടയും കടയും വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ഫേമസ് ആക്കാൻ പോവാ. ഇക്കാത്ത് കലക്കൻ പരിപാടി കേട്ടോ. ചെയ്തോ. ഹലോ ഗായ്സ്, ഇന്നത്തെ ഫുഡ് ആൻഡ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടുള്ള കോയക്കന്റെ കടയിലാണ്. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ചായക്കടയാണിത്. ഇതാണ് കോയക്ക. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഇരുകരങ്ങൾ മുകളിലേക്ക് ഉയർത്തി ആകാശം പൊട്ടുമാർ ഉച്ചത്തിൽ കൈയടിച്ച് ഉറക്കെ പറയുക, ആമേൻ, ഹല്ലേലൂയ. റൂട്ട് മാറി. ഗായ്സ്, ഇതാണ് നമ്മുടെ കോയക്ക. ഇക്ക പറയൂ, ഇക്കയ്ക്ക് ഈ കട മാത്രമേ ഉള്ളൂ? അല്ല, ഒത്തിരി ബ്രാഞ്ച് ഉണ്ട്. എവിടെയൊക്കെ ആ കടയുള്ളതെന്ന് ദേ ഇതിനകത്ത് നോക്കിയാ അറിയാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഓ, അങ്ങനെയല്ല ഗായ്സ്. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുക. ഗായ്സ്, കോയക്കാന്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുകയാണ്. ഗായ്സ്, കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വറുത്തതും ചോറ്.
തരാം. എല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടിയല്ലോ. ആ കിട്ടിയേക്കാ. അല്ല നമ്മുടെ കൈ കിട്ടിയില്ല. 140 ഉറുപ്പ്യ. അതെന്ത് വർത്താനാക്കാ? ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾ ഫേമസ് ആകത്തില്ലേ? അപ്പൊ ഇതിൽ കൂടുതൽ കാശ് കിട്ടത്തില്ലേ? ഫേമസ് ആകും ആകാതിരിക്കും ഒക്കെ ചെയ്യും. അതൊന്നും എനിക്കറിയണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് തന്നോണം, അല്ലെങ്കിൽ നിന്റെ ബെല്ലേക്കാൻ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ല, ഡിലീറ്റ് ചെയ്ത് ദൂരെ കളയും. ഡാ ആ കാശ് അങ്ങ് കൊടുത്തേല്. കായ് തന്നില്ലെങ്കിൽ അന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യും. ഡാ ഉണ്ടായിരുന്ന കാശ് മൊത്തം കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് എന്ത് ചെയ്യും? ബസ്സുകാരെ കുറിച്ചൊരു ട്രാവൽ വ്ലോഗ് ചെയ്ത് ലൈവ് പോവാ. ഈശ്വര, അവന്മാരെങ്കിലും കുപ്പിയിൽ വീണാ മതിയായിരുന്നു. ദേവനക്കുട്ടി, എന്താ ഇത്? ഇതാണോ പെണ്ണോ? ആൺകുട്ടി എന്ന പെൺകുട്ടി. ആൺകുട്ടി എന്ന പെൺകുട്ടിയാണ്. കലക്കി കേട്ടാ. കാരണം നിങ്ങളുടെ ഈ തീമുണ്ടല്ലോ വളരെ വളരെ സത്യമാണ് അല്ലേ ദീപക്കെ? വളരെ ശരിയാ. സംഭവം ഒന്നും പറയത്തില്ല, വളരെ ശരിയാണ്. കാരണം ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ ആൾക്കാരെ കാണാം. കാരണം ഇതുപോലെ പല കടകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് ഗൂഗിൾ വഴി ഇഷ്ടംപോലെ ഡോളർ കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ COVID-19 സമയത്ത് വേറെ ജോലി ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവരിതുപോലെയുള്ള വ്ളോഗുകൾ, ലാസ്റ്റിൽ എന്താ പറഞ്ഞാൽ ബസ്സിന്റെ ട്രാവൽ ബ്ലോഗ്. സംഭവം കുറുക്കി കൊണ്ടു. പക്ഷെ എങ്കിലും അവരുടെ വയറ്റുപാടാണ്, അത്രേ ഉള്ളൂ. മോള് ഇന്ന് പാടിയത് അസലായിട്ട് പാടി, ഗംഭീരം. 1 ഇഞ്ച് പോലും തെറ്റിയിട്ടില്ല. കാരണം മറ്റേ പട്ടൊരു കുട്ടി അരച്ചൊരു ചട്ടണി കട്ടി അത് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതൊക്കെ കലക്കി. അങ്ങനെ കഷ്ടപ്പെട്ട് 11 ദോശ തീറ്റിച്ചല്ലേ പട്ടര്. ഇതിലേതാ മോക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? കോഴിക്കാന്റെ കടയിലെ കോഴിക്കറിയാണോ, കരിമീന്റെ ചാറാണോ, ദോശയാണോ? എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാ? ധ്യാനേ, നിനക്ക് ഇഷ്ടപ്പെട്ടെന്തോ? പൊറോട്ട. നിനക്കൊരു നല്ല ഭാവി ഉണ്ടേ. കാരണം വേറൊന്നുമില്ല, ഞാനൊക്കെ കൊച്ചിലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പൊറോട്ടയ്ക്ക് എത്ര ഓടിയിരിക്കുന്നത്. അന്നത്തെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. തിരുവല്ലം സ്റ്റുഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലോട്ട് പോകുന്ന ആ ജംഗ്ഷനിൽ അവിടെ ഒരു കടയുണ്ട്. അവിടെ ഞാൻ ഈ പിന്നെ ബീഫ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയല്ല, ലൂസായിട്ട് കിട്ടും. അപ്പം നമ്മൾ ചിലപ്പം രാത്രി ഇതൊക്കെ കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കാലത്ത് അവിടെ നിന്ന് റെഡിയായിട്ട് ഒരു 7:30 മണിയാകുമ്പോൾ ആ കടയിൽ ചെന്നിരിക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന പെറോട്ട. ആ പെറോട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കും. അടിച്ചു കഴിയുമ്പോഴത്തേക്കിങ്ങനെ മുലുപോലിരിക്കും. അതിന് മേലോട്ട് കോരി അങ്ങോട്ട് ഒഴിക്കും ബീഫ് കറിക്ക്. എങ്ങനെ ഇരിക്കുമെന്നൊക്കെ. നിനക്ക് കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ടോ? ഞാൻ വാങ്ങിച്ചു തരാം നിനക്ക് കേട്ടോ. പിന്നെ ഇവിടെ ആർക്കൊക്കെ ഇതിനകത്ത് വന്നതിനകത്ത് ഇഷ്ടം? എനിക്ക് ചിക്കനും ചിക്കനും പൊറോട്ടയും വേണോ? എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടം. ഫ്രൈഡ് റൈസാ? നിന്നെ ഫ്രൈ ചെയ്ത് തരാം. അടുത്ത പൊറോട്ടയും ചിക്കനും. പൊറോട്ടയും ചിക്കനും. അപ്പൊ അവന്റെ കൂട്ടത്തിൽ ഏകദേശം കൂടി. ഇക്കയ്ക്ക് എന്താ ഇഷ്ടം? ചപ്പാത്തിയും പനീറും. ഓ, നിനക്ക് എന്താ വേണം? പൊറോട്ടയും ചില്ലി ചിക്കനും. എന്തായാലും എല്ലാരും പിടിച്ചിരിക്കുന്ന ഒരു സാധനം പൊറോട്ടയാണ്. ഇനി മീനൂട്ടിയുടെ അടുത്തൊരു ചോദ്യം. 12K വിസ്താര. മീനൂട്ടി ഇവിടെ ഇരുന്ന് കണ്ടല്ലോ ഇതല്ല, ആ സീനറിയും കണ്ടല്ലോ. എത്ര തെങ്ങുണ്ടായിരുന്നു? അയ്യോ, 2 ഉറപ്പല്ലേ? അല്ല, 4 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറുത്, ഒരു വലുത്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. 4 എണ്ണം ഉണ്ടായിരുന്നു. തോറ്റുപോയല്ലോ. ഓൾ ദ ബെസ്റ്റ്. ദേവനശ്രയ, എനിക്ക് ആദ്യമായിട്ട് മോളുടെ ഈ ട്രാൻസ്ഫോംഡ് ലുക്കില്ലേ, അതായത് നമ്മളുടെ ഓമനക്കുട്ടി പെട്ടെന്ന് ഒരു ആൺകുട്ടിയായി മാറിയ ഒരു ലുക്ക്, താടിയൊക്കെ വെച്ച് ഇത് ഉഗ്രനായിട്ടുണ്ട്. ഒന്നും പറയാറില്ല, ഞെട്ടി. ഞാൻ ദേവനശ്രീയുടെ പേര് ഇവിടെ കണ്ടു. അപ്പം എല്ലാവരും ഇവിടെ വന്ന് സ്റ്റേജിൽ സെറ്റായി കഴിഞ്ഞപ്പം ഇന്നാൾ വേറൊരു കുട്ടിക്ക് ഇതേപോലെ ഒരു അബദ്ധം പറ്റി. ഞാൻ നോക്കുക, ദേവനക്കുട്ടിയെ കാണാനില്ലല്ലോ, ഇതിപ്പോൾ എവിടെയപ്പോൾ വരുന്നവർ നോക്കുമ്പോൾ സെൻട്രൽ സ്റ്റേജിൽ ഈ നിക്കറൊക്കെ ഇട്ട് ആൺകുട്ടിയായിട്ട് ഇരിക്കുന്നത് ദേവനശ്രീയ. ഞാൻ ഇപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ എടുത്തു, ശ്രീകുട്ടൻ ചേട്ടൻ ഇത് നോക്കി, എന്ത് ലുക്കാണിത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുടി എവിടെ പോയി? മുടി അതിന്റെ അകത്ത് വെച്ചിട്ട് എന്തൊക്കെയോ അടിച്ചടിച്ച് ഉള്ളിലേക്ക് ഉള്ളിലുണ്ടല്ലോ. ഞാൻ പെട്ടെന്നുണ്ടപ്പോൾ അയ്യോ, ആ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ബോയ് കട്ടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒരിക്കലും ബോയ്ക്കുട്ടിനെ കൂടെ ചിന്തിക്കണ്ട കേട്ടോ. എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് സ്കിറ്റ് കഴിഞ്ഞിട്ട് പാട്ട് തുടങ്ങിയില്ലേ,
പാട്ട് തുടങ്ങി പല്ലവിയുടെ മുകളിൽ ഒരു സ്റ്റാർട്ട് വരുന്നത് വരെ മോൾ ആ സ്ക്രിപ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതെ അതെ ഇല്ലേ? അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു അവള് ബിസി. അത് വ്ളോഗിങ്. ഞാനും വിചാരിച്ചു ഇത് ഇനി കറക്റ്റായിട്ട് തുടങ്ങുമോ. അതെ, കറക്റ്റ് ബിസി വ്ളോഗിങ്ങിന്റെ ഇടയിൽ കൂടി കയറി ഇതേ പാട്ട് കയറി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ടൈമിങ് ഒരു രക്ഷയില്ല. ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. അത് കഴിഞ്ഞ് മോള് മുമ്പോട്ട് പോയ ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ ടോട്ടാലിറ്റിയിൽ ഈ പാട്ട് വളരെ വളരെ എൻഗേജിങ് ആയിരുന്നു. എന്തായിരുന്നു ഈ കഥ ശരിക്കും? കടയുടെ ഉടമസ്ഥൻ തന്നെ ഒന്ന് പറഞ്ഞു തന്നെ. ശരിക്കും ഇവര് ചായ കുടിക്കാൻ വന്ന് എന്നിട്ട് കാശില്ല, അപ്പൊ എന്നെ ഫേമസ് ആക്കാൻ പോയി കടേനെ. ഇവരാണെങ്കിൽ വൃത്തികെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇവരോ? നീയല്ലേടാ ഓണർ? അപ്പൊ അതുകൊണ്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? വ്ളോഗിംഗ് ഒക്കെ ഒരു വെറുതെ വ്ളോഗിങ്ങിനായിട്ട് ഇറങ്ങരുത്. ആ ചെയ്യുന്ന സംഭവത്തിൽ എന്തെങ്കിലും ജെന്യുവൻ ആയിട്ട് ക്വാളിറ്റി ഉണ്ടാവണം, ഇല്ലേ? ആ മെസ്സേജിനാണ് ഇവിടെ കയ്യടി. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് ചെയ്യുന്നില്ല. എല്ലാവരും അവനവൻ്റെ പോർഷൻസ് ഗ്രാൻഡായിട്ട് ചെയ്തു. ദേവനശ്രീയെ പോക്കിയെടുത്ത് വേറെ ലെവലിൽ എത്തിച്ച് തരുകയും ചെയ്തു നിങ്ങളെല്ലാവരും. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ദേവനക്കുട്ടി, പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ സ്പീഡിലുള്ള സംഭവം അത് ഭയങ്കര ടഫാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് പാടുക എന്ന് പറഞ്ഞാൽ പട്ടൊരു കൂട്ടി അരച്ചൊരു അതൊന്ന് പാടാമോ? കേക്കട്ടെ. കുട്ടിയരച്ചൊരു ചട്ടണി കട്ടിപെരുത്തൊരു ദോശയും കൂട്ടി പണ്ടെനിക്ക് കൊണ്ടെത്തന്ന് പോറ്റി. അങ്ങനെ 12 ദോശ എന്നെ തീറ്റി. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വഴിക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് വെച്ചാലോ മാറും നമ്മടെ മോറ്. സൂപ്പർ. കലക്കി. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഇവിടെ ഈ പാട്ടില്ലേ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, താനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. സുരാംഗനി സുരാംഗനി സുരാംഗനിക്ക് മാല് കണ്ണവാല്, മാല് 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 സുരാംഗനിക്ക് മാല്, സുരാംഗനിക്ക് മാല് കണ്ണവാ. സുരാംഗനി സുരാംഗനി സുരാംഗനിക്ക് മാല് കണ്ണവാ, മാല് 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 സുരാംഗനിക്ക് മാല്, സുരാംഗനിക്ക് മാല് കണ്ണവാ. ദേവക്കുട്ടി, ഐ ലവ് യു മോളെ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. എന്താ അത്? എനിക്ക് വാക്കുകൾ വരുന്നില്ല. എനിക്ക് എന്താ പാടുന്നത്, എന്താ അഭിനയിക്കുന്നത്, എന്താ ഈ ടൈമിങ്, ഇതൊക്കെ പറഞ്ഞാ ഞങ്ങളൊക്കെ കണ്ടു പഠിക്കണം തോന്നുന്നു. നമസ്കരിക്കുന്നു തന്നെ ഞാൻ. നന്നായിരിക്കും കണ്ണ. ഉമ്മ, എല്ലാവർക്കും ഉമ്മ, എല്ലാ കുട്ടികൾക്കും ഉമ്മ. ഈ പെർഫോമൻസ് അല്ല, സിമി ചേച്ചി വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ പെർഫോമൻസിലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ശബ്ദം സ്ട്രോങ് ആയിട്ട് ത്രൂ ഔട്ട് ഉണ്ട്. ആ കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീദേവിനൊരു വലിയ കയ്യടി. ശ്രീദേവിന്റെ ഡബിംഗ് സ്റ്റാറായി. അത് ഏതൊക്കെ സ്കിറ്റിൽ ഏതൊക്കെ മോഡുലേഷൻ. സത്യം, അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലല്ലേ ആ കുട്ടി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. അത് ഇവരുടെ മിടുക്ക്. വളരെ ലോക്കായിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. അത് ആ ഡബിംഗ് വോയിസിന് മാച്ചായി കൊടുക്കുന്ന വലിയ കഷ്ടമാണ്. അതെ. സാധാരണ ഇപ്പൊ നമ്മൾ മൂവീസിൽ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ആക്ട് ചെയ്ത് ലിപ്പിനനുസരിച്ച് ഡബ് ചെയ്യും. ഇതാണ് അതിന്റെ രീതി. ഇവിടെ നേരെ തിരിച്ചാണ്. ഡബ് ചെയ്ത് റെക്കോർഡ് ചെയ്ത വേർഷൻ കറക്റ്റ് ഓഡിയോനനുസരിച്ച് ഇവർ ആക്ട് ചെയ്യുക. അപ്പൊ അതിനേക്കാളും പാടാണ് ഈ കാണിക്കുന്നത്, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ടൈംഡ്. താങ്ക് യു സർ. അപ്പൊ ദേവനശ്രയ
தேவனஸ்ரேக்கும் கூட்டருக்கும் நான் கொடுக்கிற மார்க்கு 10 out of 10. താങ്ക് യു സർ. ദേവശ്രീയ ഇതുവരെ ഈ 10 out of 10 കിട്ടിയിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? ആ കിട്ടിയിട്ടുണ്ട്. എപ്പോ? അത് ചക്രവർത്തിനി. ആ അതിനെല്ലാരും 10 തന്നോ? ഓ ഇപ്രാവശ്യം എല്ലാരും 10 അല്ല. അപ്പൊ വേണ്ട. വേണ്ട വേണ്ട പാവല്ലേ. വേണ്ട വേണ്ട ഉള്ളത് കൊടുക്കപ്പോ പ്ലീസ് പ്ലീസ്. കുറയ്ക്കൽ. ഞാൻ ഓൾറെഡി മാർക്കിട്ട് പോയി 10. ഓക്കെ 10 out of 10. താങ്ക് യു സർ. So 30 out of 30. And an A golden crown. താങ്ക് യു സർ. അച്ചടി അച്ചിക്കുട്ട. അപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഒരു ചൂട് ബെറോട്ട പൊക്കിട്ട് വരട്ടെ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. ടാറ്റാ ടാറ്റാ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കുട്ടിക്കുരുന്ന് പാട്ടുകൂട്ടിലെ കുഞ്ഞി പാട്ടുകാരി നമ്മുടെ നിമക്കുട്ടി. വെൽക്കം നിമ താജുദ്ദീൻ ഓൺ സ്റ്റേജ്. ചെത്തായിരിക്കും കേട്ടോ. അതെ എനിക്ക് വയ്യ. ബ്ലാക്കും ഗോൾഡും പാട്ട് ഏതാണ്? ഞാൻ വാണിയമ്മ പാടിയ വെർഷനാ പഠിച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചില്ലല്ലോ ആരും പാടേതാന്നല്ലേ ചോദിച്ചുള്ളൂ. തേടി തേടി ഞാൻ അലഞ്ഞു. തേടി തേടി ഞാൻ അലഞ്ഞു അതല്ലേ? പിന്നെ വേറെന്തൊക്കെയുണ്ട്? ആരുമായിട്ടോ വഴക്കുണ്ടാക്കിയെന്ന് അറിഞ്ഞില്ല. അയ്യോ ആരായിട്ട് ഹനുവിനായിട്ടോ? ഹനുവിനയുടെ മുടി പിടിച്ച് വലിച്ചെന്നോ? പിന്നെ ആരായിട്ട് വഴക്കുണ്ടാക്കിയേ? ഇല്ല, മറ്റേ പിള്ളേര് വഴക്കുണ്ടാക്കുന്നുണ്ടോ കൊച്ചുകുട്ടികൾ? എന്നാലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഡേഞ്ചർ ആരാണ്? മിയ. അതിലൊരു സംശയമില്ല അല്ലേ? അങ്ങനെ പിടിച്ചു. അതെയോ? ആ പിന്നെ കഴിഞ്ഞ ദിവസം ദീപങ്ങൾ ഞാനും മിയക്കുട്ടിയും മേഘനക്കുട്ടിയൊക്കെ കൂടെ എൻ്റെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞപ്പം MG അങ്കിളും ദീപങ്ങളും അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോ ഇവര് രണ്ടാളും കൂടെ മിയ കരയുന്നേ. മേഘന പറയുന്നുണ്ട് സാരമില്ല പോട്ടെ പോട്ടെ പറയുന്നുണ്ട്. അപ്പൊ മിയ ഇല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുക ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു മീനൂട്ടി എന്ന് വിളിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചു. എന്നെ എടുത്തേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇവള് കുത്തിപ്പിടിച്ചെന്ന് തോളത്ത് കിടന്ന് കരയലോ ഒരു രക്ഷയില്ല. അപ്പൊ എന്താ പ്രശ്നം? അവക്കിപ്പൊ യാഡ്ലി വേണം. യാഡ്ലി കിട്ടിയേ പറ്റത്തുള്ളൂ, ഒരു രക്ഷയില്ല. അതാണെങ്കിൽ അന്ന് യാഡ്ലി ടാൽക്ക് ലോഞ്ച് അവിടെ. അപ്പൊ അതിനവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം പോലും എടുക്കാനും പറ്റത്തില്ല. അന്നേരം ഇവക്ക് പിങ്ക് യാഡ്ലി തന്നെ വേണം, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് MG അങ്ങളെ വിളിച്ചിട്ട് MG അങ്ങളെ കരയുന്ന എന്തെയാണെന്ന് പറഞ്ഞൂടാ, യാഡ്ലി വേണമെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ മാതിരി മുഖം ഇങ്ങനെ പിടിച്ച് ഒരേ ഇരിപ്പ്, ഒന്നും മിണ്ടുന്നുമില്ല, ആര് വിളിച്ചിട്ടും പോകുന്നുമില്ല, തോളത്തുനിന്നോട്ട് ഇറങ്ങുന്നുമില്ല. MG അങ്ങൾ എടുത്ത് ചെന്നപ്പോ അങ്ങൾ എന്ത് ചെയ്തു, അങ്ങൾ ഓടി ചെന്നിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യാഡ്ലിയൊക്കെ എടുത്ത് കൊടുത്ത് മിയക്ക് കൊടുത്ത്. അപ്പൊ എല്ലാം സെറ്റായി. കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. പിന്നെ എന്താ നടന്നെന്ന് പറഞ്ഞൂടാ. പിന്നെ അവിടുന്ന് ആ യാഡ്ലി മിയയുടെ അടുത്ത് അങ്കിൾ അടിച്ചു മാറ്റി പോയോ? ഇല്ല, അങ്കിൾ അടിച്ചു മാറ്റിയില്ല, വേറെ ആരും അടിച്ചു മാറ്റി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിയനെക്കാളും വലിയ നോട്ടം പിന്നെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ മിയ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ആരടുത്ത് നിനക്ക് അറിഞ്ഞൂടെ? തീമാൻറ്റി നമ്മുടെ നിമക്കുട്ടി ഉണ്ടല്ലോ, അപ്പൊ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര സംഭവമാണ്. ഭയങ്കര ഫ്ലെക്സിബിളാ. കാലൊക്കെ എടുത്ത് തല മുട്ടിക്കും. ഭയങ്കര പരിപാടിയാ. പാട്ടല്ലേ പാടാൻ പോകുന്നത്? അല്ലല്ല, ഇപ്പൊ പാട്ടാണ് പാടാൻ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. നന്നായി പാടണം കേട്ടോ. ചക്കര ഓൾ ദി ബെസ്റ്റ്. തേടി തേടി ഞാൻ അലഞ്ഞു.
നിമക്കുട്ടി എന്തോ ഗുഡ് ഗുഡ്, നന്നായിരുന്നു. കേൾക്കുമ്പോൾ വളരെ സുഖമായിട്ട് തോന്നും. ഇതിന് ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അത് എസ്പെഷ്യലി എന്നും നിന്നെ തിരിയും കഴിഞ്ഞാൽ എൻ്റെ വേണു വീണ്ടും മേളിൽ പോവാണ്, ടക്കെന്ന് കയറുകയാണ് മേലോട്ട്. പിന്നെ എവിടെയോ നീ എവിടെ, അവിടെ അവ മധ്യമം വരെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു വരി എടുത്ത് പറയാം. നിൻ ശ്രുതി തുടി എവിടെ, ശ്രുതി അങ്ങ് പോവും. അതാണ് പറ്റിയ കുഴപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രുതി അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പം ശ്രുതിയെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിമ ഇപ്പോഴും. ഇവിടെ ആദ്യത്തെ പാശം പാടിയത് നന്നായിരുന്നു. നാനിനെ അവിടെ പോകുമ്പോൾ കുറച്ച് ശ്രുതിയുടെ ഇത് വരുന്നു. ഒന്ന് പാടി നോക്കാമോ? നിന്റെ മനസാം നീരികമ കറക്റ്റ് നോട്ട് നിൽക്കട്ടെ. നിത്യം കറക്റ്റ്. അത് കഴിഞ്ഞ് ഗുഡ് 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 ഗുഡ്. ചില സ്ഥലങ്ങൾ നന്നായിരുന്നു ഇതൊക്കെ. അവിടെ ആ സായില് ഷഡ്ജം ചേരണം കറക്റ്റായിട്ട്. പ്രയാസമാണല്ലേ, കാരണം താഴെ വന്നിട്ട് പെട്ടെന്നൊരു ജമ്പല്ലേ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചാടി കയറുമ്പോഴത്തേക്ക് നമുക്ക് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം. ഇനി പോകെ എടുക്കേണ്ട പാട്ടുകളൊക്കെ ഇത് നിമയ്ക്ക് പാടാൻ സാധിക്കുകയും ചെയ്യും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ ടു സിംഗ്. മോള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാം ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ എഴുതി വെച്ചതും. അതേ അഭിപ്രായക്കാരനാണ് ഞാനും. മെയിൻലി മോളുടെ സോങ് സെലക്ഷനിലാണ് പാളിയിരിക്കുന്നത്. ഇതുവരെ മോള് വന്നിരിക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റാണ്. മോളുടെ ശബ്ദത്തിനൊരു മാജിക് ഉണ്ട്. മോൾക്ക് ആർക്കും സാധാരണ ബാക്കി കണ്ടസ്റ്റൻസിനൊന്നും കേൾക്കാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഫീൽ മോളുടെ വോയിസിനുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് മോളുടെ സ്ട്രെങ്ത് ഇപ്പം. അപ്പം നല്ല വോയിസും ഉണ്ട്, നല്ല ഫീലും ഉണ്ട്. അപ്പം ഫീൽ ഓറിയൻറ്റഡ് മിഡ് പേസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ പൈങ്കിളി പാട്ട് പോലെയോ ആവരുത്. മോൾ ഇതുവരെ കൊണ്ടുവന്ന പാട്ടുകളില്ലേ, അതെല്ലാം എന്താ പറയേണ്ട സഫീഷ്യൻറ്റ് സ്റ്റഫ് ഉണ്ട് അതിൽ എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ട് മോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് വളരെ എക്സ്ട്രാ കെയർ എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അയ്യോ പണി പാളിലോ, സോങ് സെലക്ഷൻ പാളിപ്പോയല്ലോ. ഈ പാട്ട് സെലക്ട് ചെയ്തത് അതിനൊരു കയ്യടി ഉണ്ട്. കാരണം നല്ല സോങ് ആണ്, വളരെ നല്ലൊരു ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ സീമ ചേച്ചിയും പറയായിരുന്നു മോൾ ഇത് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് എത്ര നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ ശ്രീകുട്ടനങ്ങളും ദീപവും പറഞ്ഞു കഴിഞ്ഞു. ഈ പാട്ട് ഇപ്പോൾ മോള് പാടിയപ്പോൾ എനിക്ക് വേറെ ഒരു പാട്ടും കൂടി ഓർമ്മ വരുന്നുണ്ട്. രവീന്ദ്ര മാഷ് ചെയ്ത് കമലതളത്തിലെ പാട്ട്. വിൽവാദ്രിയിൽ തുളസീദളം ചൂടാൻ വരും മേഘവും ശാലീനയായി പൊന്നാതിര പൂത്തേടുമീ തെന്നലും നീയൊരുങ്ങും അമരരാത്രിയിൽ തിരുവരങ്ങിലമൃതവർഷമായി പനി നീർത്തളിക്കുവാൻ ഇന്ദ്രദൂതുമായി പോരു സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ. ഇവരൊക്കെ ശ്രുതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അസലായി പാടി. എനിക്ക് എൻ്റെ ഒരു ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പറയണം എന്താ ഉള്ളതെന്നുള്ളത് പറയണം. അവർ പറയുന്നത് അങ്ങ് കേൾക്കണം. പറയുന്ന പോലെ എന്ത് സോങ്സ് എടുക്കണം എന്നുള്ളത് എടുത്ത് തീരുമാനിച്ചിട്ട്. പക്ഷെ അസാധ്യമായിട്ട് പാടി മോളെ. നീ നന്നായിരിക്കും. നന്നായി. ഓൾ ദ ബെസ്റ്റ്.
ഓൾ ദ ബെസ്റ്റ്. നിമക്കുട്ടിക്ക് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വീണ്ടും ഒരു 7.5. താങ്ക് യു സർ. വീണ്ടും ഒരു 7. താങ്ക് യു 22.5 ഔട്ട് ഓഫ് 30. താങ്ക് യു. 22.5 നോട്ട് വെരി ബാഡ്. എന്നാലും കുറച്ചും കൂടി ട്രൈ ചെയ്യാം അല്ലേ നെക്സ്റ്റ് ടൈം. മോൾക്ക് ഇപ്പൊ കിട്ടുന്നു A-triple-wow. താങ്ക് യു. ലോനപ്പോ ആദ്യൊരു പോക്കറ്റേ. അടിയൊരു പോക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A-triple-wow. Wow. 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 താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. നിമ്മക്കൊണ്ടോ നിന്റെയോ മൽമിഴികളോ നീല നീരത നിരയോ പെയ്തതെന്നിൽ മൊഴികളോ തോരാനന്ദ മഴയോ. 280 വർഷത്തിലധികം പാരമ്പര്യമുള്ള യാർഡ്ലി ലണ്ടൻ അറിയപ്പെടുന്നത് അതിന്റെ സമ്പന്നവും ലോകോത്തര നിലവാരവുമുള്ള പ്രൊഡക്ട്സിലൂടെയാണ്. നിങ്ങൾക്കറിയാമോ, തീർത്തും പ്രകൃതിദത്തമായ പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യാർഡ്ലി ടാൽക്ക് നിങ്ങളെ ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കാൻ സഹായിക്കുന്നു. സോ ഗ്രാബ് യുവർ യാർഡ്ലി ടാൽക്ക് ആൻഡ് സ്റ്റെപ്പ് അപ്പ് ഇൻ ലൈഫ് വിത്ത് യാർഡ്ലി. MG ഞങ്ങളെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ ഇഞ്ചി കുഞ്ചി ദേവനശ്രയ. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായിക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിൽ വെച്ചാലോ മാറും നമ്മുടെ മോർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കുറെ മനോഹരമായ പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. Till then, bye bye from Meenuti.